എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വി ഗോപാൽ കൃഷ്ണൻ IPS AAG റിട്ടയർഡ് ആണ് കൂടിയുള്ളത്. സർ നമസ്കാരം. വന്ദേ മാതരം. സർ, ഇന്ത്യയുടെ അടുത്ത യുദ്ധതന്ത്രം സർവകക്ഷി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നു. ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നു. ജയശങ്കർജിയുണ്ട്. സർ, എന്താണ് ഈ മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ഏത് രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്? അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് 2 എപ്പിസോഡിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി വെരി പുവറാണ്. വെളിയിൽ ഇൻ്റർനാഷണലി പാകിസ്ഥാനാണ് ജയിച്ച് നിൽക്കുന്നത്. എന്നും ഇന്ത്യയായിട്ട് ഏകദേശം 20 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ. ടെററിസ്റ്റ് അറ്റാക്ക്, മറിച്ചത്, പിന്നെ 4 വാർ, ഇപ്പോൾ 5 വാർ, ബാക്കി 15 മേജർ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം പാകിസ്ഥാൻ ആക്ച്വലി പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവർ ടേബിളിൽ വരുമ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ചൈനയുടെയും പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ, നോട്ട് ചൈന, പാകിസ്ഥാൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ടോക്ക്, ഫൈറ്റ്. അത് കറക്റ്റായിട്ട് അവർ പോകുന്നുണ്ട്. നമ്മുടെ അടുത്ത് പറയും വെള്ളം തരണം, അതടയ്ക്കരുത്, ഇതടയ്ക്കരുത്. എന്നാൽ അതേസമയം ഇതേ പറയുന്ന പ്രൈം മിനിസ്റ്ററും ഇവൻ പാകിസ്ഥാൻ്റെ ആർമി ചീഫും യുവമാരിതെല്ലാം പറയുകയും ചെയ്യും. രാവിലെ ഇത് പറയും, വൈകുന്നേരം യുവമാർ ടെററിസ്റ്റുകൾക്ക് പൈസ കൊടുക്കുക. ഇതായിപ്പോൾ അവരുടെ ജെയ്ഷയുടെ ആണോ പിന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആണെന്ന് തോന്നുന്നു, ഹെഡ് ക്വാർട്ടേഴ്സിന് മറ്റോ ലാഹോറിൽ 200 ഏക്കർ അത് നമ്മൾ തകർത്ത് കളഞ്ഞു. അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാവിലെ പറയും നമുക്ക് വെള്ളം തരണം, നമ്മൾ സമാധാനം. ഇത് ഒരുപാട് നാളുകൊണ്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ദിസ് ഈസ് ഹൈ ടൈം ടു സ്റ്റോപ്പ് ദിസ് പാകിസ്ഥാൻസ് misdemeanors or criminal activities once and for all. ഇനി നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അവരുമായിട്ട് ഇനി ഒരു പരിപാടിയും വേണ്ട. ആർമിയെ അവർ പിരിച്ചുവിടട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർമിയെ പിരിച്ചുവിടട്ടെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ വാർ സ്ട്രാറ്റജി, വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി വളരെ പോറായുണ്ട്. കറക്റ്റായിട്ടുള്ള ഒരാളെ, ഒരു ബുദ്ധിരാക്ഷസൻ എന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവി, ഒരുപാട് നാൾ വെസ്റ്റിൽ യുണൈറ്റഡ് നേഷൻസിലൊക്കെ കളിച്ച് എല്ലാ തന്ത്രങ്ങളും പയറ്റി ഒരുപാട് അറിവുള്ള, പിന്നെ ഇൻ്റർനാഷണലി ഈ ലോബിങ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോബിങ്, നമുക്ക് ലോബിങ് വളരെ മോശമാണ്. പാകിസ്ഥാൻ ഒരുപാട് പൈസ മുടക്കി, പാകിസ്ഥാൻ്റെ പൈസയൊന്നുമല്ല, USA കൊടുക്കുന്ന പൈസ, സൗദി അറേബ്യ കൊടുക്കുന്ന പൈസ, ചൈന കൊടുക്കുന്ന പൈസ, ഇതെല്ലാം ഉപയോഗിച്ച് ഇവർ പർച്ചേസ് ചെയ്യുകയാണ്. അമേരിക്കൻ സെനറ്റ് മെമ്പറേയും കോൺഗ്രസ് മെമ്പറേയും അവർക്കറിയാം ആരെ എങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇവർ പോയി സെനറ്റിലും കോൺഗ്രസ്സിലും എല്ലാം പോയി പാകിസ്ഥാന് വേണ്ടി പണിഞ്ഞു. ഇപ്പോഴും ട്രംപ് വന്നിട്ടും, ട്രംപ് ഒരു ബിസിനസ്മാനാണ്, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ എങ്കിൽ പോലും ഈ ബൈഡൻ്റെ സമയത്തുള്ളതിനേക്കാളും ബെറ്ററാണ് ട്രംപ് വന്നപ്പോൾ ഇന്ത്യക്ക് എന്നുള്ളൊരു വ്യത്യാസമല്ലാതെ ഈ പഴയ പാകിസ്ഥാൻ്റെ ലോബി ഒക്കെ, ഞാൻ പറയും ഫസ്റ്റ് വേൾഡിൻ്റെ ലോബിയുണ്ട്. ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ് അതിനകത്തില്ല, റഷ്യയില്ല. ബാക്കിയുള്ള ലീഡിങ് വൈറ്റ്സിൻ്റെ വെസ്റ്റേൺ യൂറോപ്പിലുള്ള കൺട്രീസ്, അവർക്ക് ആർക്കും നമ്മൾ ഇന്ത്യ രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല. അത് അവർ USA ഈ പാകിസ്ഥാൻ ലോബിയുമായിട്ട് ചേർന്ന് അവർ ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. നമ്മളത് ഓവർകം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എക്ലിപ്സ് ചെയ്തിട്ടില്ല. ഈ ചൈനയ്ക്ക് ഈ ട്രംപ് വരുന്നതിന് മുമ്പ് വരെ, എനിക്ക് തോന്നുന്നു 1980s തുടങ്ങിയതാണ്. ഡങ് സിയാപിങ്ങിൻ്റെ കാലം തൊട്ട് തുടങ്ങിയാണ്. ഇറ്റ്സ് എ ലോങ് ടൈം. അവർ പിന്നെ US എല്ലാം അങ്ങ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. എവറിത്തിങ്, എൻജിനീയറിങ്ങും എല്ലാം, അതാണല്ലോ റിവേഴ്സ് എൻജിനീയറിങ്ങിന് എല്ലാം അമേരിക്കൻ കോപ്പിയാണ്. അവർ ഈ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അങ്ങ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ടിക്ടോക്ക്, ടെലഗ്രാം റഷ്യൻ ആണെങ്കിൽ പോലും
അതും അതിനകത്ത് അവർ ചൈനീസാണ് കളിക്കുന്നത്. പാകിസ്ഥാൻ കൊടുക്കും, പിന്നെ S-400 5 തട്ടി, ആകെ ഇന്ത്യക്ക് 4 ഉള്ളൂ, 5 തട്ടി, പിന്നെ റഫേൽ അവിടെ കുഴിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിടുന്ന സങ്കടകരം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന വീഡിയോ ക്ലിപ്പിംഗ് അവന്മാർ ഫോട്ടോഷോപ്പിൽ കയറ്റി എഡിറ്റ് ചെയ്ത് ചൈനയും പാകിസ്ഥാനും കൂടെ ഇത് ഇന്ത്യയുടെ വിമാനമാണ് കിടക്കണം, നമ്മളാണത് കാണിച്ചത്. ഒരു 3 ദിവസം കഴിയുമ്പോൾ അവനത് മാറ്റി അവരത് അവിടെ കാണിക്കുന്നു. അപ്പോൾ അത് കൗണ്ടർ ചെയ്യണ്ടേ? ഈ ടിക്ടോക്കും ഇതൊക്കെ നമ്മൾ നിരോധിച്ചിട്ട് കാര്യമില്ല, അത് കൗണ്ടർ ചെയ്യണം. നമുക്കവിടെ ഒരു വലിയൊരു ഇന്ത്യൻസ്, അമേരിക്കൻ ഇന്ത്യൻസ് നമുക്കവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. ദേ ആർ ദി റിച്ചസ്റ്റ് കമ്മ്യൂണിറ്റി. ജ്യൂസ് പോലും അതിന് താഴെയാണ്. ഇത്രയും റിച്ചസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. സത്യാനന്ദല്ല, പിന്നെ നമ്മുടെ സുന്ദർ പിച്ചൈ, പരാഗ് അഗർവാൾ, പിന്നെ ഒരു രാഘവൻ, എൻ്റെ ഫസ്റ്റ് നെയിം ഞാൻ മറന്നുപോയി. ഇതൊക്കെ ആപ്പിളിൻ്റെയും ഗൂഗിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ പ്രസിഡൻറ്റും ചെയർമാനും ഹെഡും ഒക്കെയാണ്. ഇത്രയും വലിയൊരു നമുക്ക് ഇന്ത്യൻ ബ്രെയിൻസ് അവിടെ ഉണ്ടായിട്ട് നമ്മൾ ഈ പിന്നെ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ പിന്നോക്കം പോകുന്നത് വളരെ സങ്കടകര കാര്യമാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഏജൻസീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാം ജയശങ്കർജി ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യും? അതിനൊരു ലിമിറ്റില്ലേ? DGP എല്ലാം ചെയ്യണം, അദ്ദേഹത്തിൻ്റെ പോലീസാണ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? DGPക്ക് ഒരു കേസ് അന്വേഷിക്കാൻ പറ്റുമോ? സബ് ഇൻസ്പെക്ടറോ CA DYSP അല്ലെങ്കിൽ മാക്സിമം SP അവരെല്ലാം അന്വേഷിക്കേണ്ട. കട്ടിംഗ് ലെവൽ ഓഫീസർ അപ് ടു DYSP ആണ്. അപ്പോൾ അവരവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ എല്ലാം DGP കേസ്, സകല കേസും DGP അന്വേഷിക്കാൻ പറ്റും. അതേപോലെ ജയശങ്കർജിയുടെ ഈ എല്ലാ ഇന്ത്യൻ എംബസിയിലും IFS ഉദ്യോഗസ്ഥന്മാരും നോൺ IFS ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അവരവരുടെ ജോലി ചെയ്യുന്നില്ല എന്ന് തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് പറയും. അതുകൊണ്ടാണ് നമുക്ക് ഈ ദുര്യോഗം. അപ്പം ചൈന ഈ ടിക്ടോക്കിലുമൊക്കെ ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട്. ഈ അമേരിക്കൻസിനെ അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, സിസ്റ്റം തന്നെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രംപ് വന്നിട്ട് പോലും, കശി വന്നിട്ട് പോലും, ആൻറ്റി ചൈനീസായ മൈക്രോബിയ വന്നിട്ട് പോലും ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതാണ് അതിനകത്തുള്ള സങ്കടകരം. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്, ഇൻ ദാറ്റ് ജങ്ക്ചർ നമ്മൾ ശശി തരൂർ സാറിനെ അങ്ങോട്ട് അയക്കുന്നത്, ശശി തരൂർ സാർ ഒരു S-500 എന്ന് പറയും, നോട്ട് S-400, S-500 മിസൈലിനൊരു ബദലിപ്പോൾ ഇല്ല. ഇതിൻ്റെ USA പോലും ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ അതൊരു ഒരു സബ്ലൈം ഒരു ഡിസിഷനാണ്. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യും, അദ്ദേഹത്തിന് അറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെ പിടിക്കണം. അപ്പോൾ ജയശങ്കർജിയും മോഡിജിയും ശശി തരൂർജിയും ഒരു കോമ്പിനേഷൻ ആകുമ്പം ഇറ്റ് വിൽ ബി എ ഡെഡ്ലി കോമ്പിനേഷൻ. സാർ, ഇവിടെ ഒരു പ്രധാനപ്പെട്ടൊരു ആരോപണം, അതായത് CAA പരാജയപ്പെട്ടു പോകുന്നു, ഇന്ത്യ ടെററിസ്റ്റ് അറ്റാക്കിലേക്ക് വരാൻ പോകുന്നു എന്ന കാര്യം ഇൻഫർമേഷൻ കൊടുക്കാൻ CAA പരാജയപ്പെടുന്നു എന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങളൊക്കെ അല്ലെങ്കിൽ വാർത്തകൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ വരുന്നുണ്ട്. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അതിനെക്കുറിച്ച്? മനോജ്, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നിവിടെ വരാൻ താമസിച്ചത്, ഇന്നലെ ഞാൻ രാത്രി ഉറങ്ങിയപ്പം 3 മണിയായി. ഞാൻ 10 മണിക്ക് കിടന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ട്രംപ് പിന്നെ ട്രംപിന് ഖത്തർ ഒരു 350 മില്യൻ്റെ ഒരു എയർക്രാഫ്റ്റ്, അദ്ദേഹത്തിൻ്റെ എയർഫോഴ്സ് 1 ആണ്, അത്രയും തന്നെ വിലപിടിപ്പുള്ള, അത്രയും സൗകര്യങ്ങളുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലുള്ള ഒരു എയർക്രാഫ്റ്റ് ഖത്തർ ട്രംപിന് പ്രസൻറ്റ് ചെയ്തെന്നുള്ള ന്യൂസ് ഞാൻ കണ്ടു. അപ്പം ഞാനിങ്ങനെ ഞങ്ങളുടെ പോലീസ് ബുദ്ധി എന്നൊക്കെ പറയും, ഇതൊന്ന് ആലോചിച്ച് ചുമ്മാ നടക്കില്ല. എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി, ഒരു കള്ളത്തരം ഈ ഖത്തറിൻ്റെ പുറകിലുണ്ട് എന്ന് ഞാൻ മനസ്സിൽ ഊഹിച്ചു. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരം എനിക്ക് ഇന്നലെയാണ് കിട്ടിയത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കേട്ടിട്ട് എൻ്റെ മനസ്സങ്ങ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഈ വൃത്തികെട്ടവന്മാർ, ഈ ഖത്തറിലുള്ള ഈ അമീറും എല്ലാം കൂടെ ട്രംപ് വരട്ടിയപ്പോൾ നമ്മളെല്ലാം ഓർക്കുന്നുണ്ട്, ഒരു പ്രോട്ടോക്കോളും ഒന്നും ഇല്ലാതെ
നേരെ എയർക്രാഫ്റ്റ് എടുത്ത് അന്തം വിട്ട് ഓടി വന്ന് ഇവിടെ മോഡിജിയുടെ കാലി വീണവന്മാരാണ്. അത് നമ്മൾ പിന്നെ വളരെ മാന്യമായിട്ട് നമ്മൾ പെരുമാറി. അതിന് 2 മാസം മുമ്പ് പിന്നെ നമ്മുടെ നേവിക്കാരെ മൊത്തം അവന്മാർ പിടിച്ചകത്താക്കിയതാണ്, പാകിസ്ഥാൻ്റെ നുണ കേട്ടിട്ട്. എന്നിട്ട് അവർ തൂക്കാൻ മതിച്ചവന്മാരാണ്. ഓടി ഇവിടെ വന്നിട്ട് നമ്മളതൊന്നും കാണിക്കാതെ PM ഡിഡ് നോട്ട് ഷോ ലോങ് ഫേസ്, മാന്യമായിട്ടൊക്കെ. അപ്പോൾ എന്നിട്ട് ചെയ്തിട്ട് പോയ ഇവന്മാർ പിന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ കുറച്ച് ആളുകളോട് ജോലിയിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഈ പോക്കൃത്തനം ചെയ്തത്. അതായത് ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനാണ് ഖത്തറാണ് യൂറോപ്പിലെ ഇസ്ലാമിക് ടെററിസത്തിന് ഫണ്ട് ചെയ്യുന്നത്. എനിക്കത് വിശ്വസിക്കാനേ പറ്റില്ല. അപ്പം ഞാനിതറിഞ്ഞെങ്കിൽ ട്രംപിന് അറിഞ്ഞൂടെ? ഇതുപോലെ പലർക്കും അറിഞ്ഞൂടെ? അപ്പോൾ പിന്നെ അപ്പം അങ്ങനെ ഒരു സംഗതിയുണ്ട്. അതായത് ഈ സൗദി പിൻവലിഞ്ഞല്ലോ. ഇപ്പം സൗദി ടെററിസ്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്നില്ല, അത് അപകടമാണെന്ന് പറഞ്ഞാൽ സൗദി മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഈ സൗദിയും ഖത്തറും തമ്മിൽ ഉടക്കാണ്. ഇടയ്ക്ക് ഖത്തറിന് പണി കൊടുത്താണ് സൗദി. പക്ഷെ അവന്മാർ അഹങ്കാരികളാണ്, ഒറ്റട്ടവന്മാരാണെന്ന് ഞാൻ പറയും. നന്ദിയില്ലാത്തവനും ഓർമ്മയില്ലാത്തവന്മാരാണ് ഈ ഖത്തറിലുള്ളവന്മാർ. ഖത്തറിൻ്റെ ഇപ്പോഴത്തെ നോട്ട് ഖത്തറിലെ സിറ്റിസൺസ് എന്ന് ഞാൻ പറയില്ല, ഖത്തറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ നേതൃത്വം. അവന്മാർക്ക് ഓർമ്മയില്ല ഇന്ത്യ ചെയ്തിട്ടുള്ള ഉപകാരങ്ങളും. ഇവിടെ ഓടി വന്നപ്പോൾ ആശ്വസിപ്പിച്ചാണ് അവന്മാരെ വിട്ടത്. എന്നിട്ട് ഇവന്മാർ ഇസ്ലാമിക ടെററിസ്റ്റിന് യൂറോപ്പ് മൊത്തം ഫണ്ട് ചെയ്യുന്നത് പോട്ടെ, അത് നമ്മുടെ ഒരു തലവേദനയല്ല. അത് യൂറോപ്യൻ ഫസ്റ്റ് വേൾഡ് കൺട്രീസ്, ഞാൻ നേരത്തെ പറഞ്ഞ അവന്മാർ നോക്കട്ടെ. പക്ഷെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം, എനിക്ക് ഓർക്കാൻ പറ്റാത്ത കാര്യം, ഈ ടർക്കിഷ് ഡ്രോണ് ഞാൻ പറഞ്ഞില്ല, 500 ഡ്രോണ് ഇവരിങ്ങോട്ട് വിട്ടല്ലോ ഇന്ത്യയിലോട്ട്. 1 ലക്ഷം കണ്ടില്ല, എവിടെയൊക്കെ തകർന്നു വേണം. ഈ 500 ഡ്രോണിൻ്റെ പൈസ ഖത്തറാണ് കൊടുത്തത്. വിൽ യു ബിലീവ് ഇറ്റ്? ഞാനിതറിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെയുള്ള ആളുകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടത് അറിഞ്ഞു കാണും. ഇവന്മാരാണ് ഫൈനാൻസ് ചെയ്തതെന്ന്. എന്തൊരു പിന്നെ എന്താ പറയുന്നത്, ഷെൽ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമില്ലേ? ഇങ്ങനെ ഒരു രാജ്യം ചെയ്യുമോ? അവർ ചെയ്യില്ല. തീയില്ലാതെ പുകയുണ്ടാവില്ല. ഇത് ചുമ്മാ വല്ലവനും കള്ളു കുടിച്ചിട്ട് വിളിച്ച് തരുന്നതൊന്നുമല്ല, ഇറ്റ്സ് എ ഫാക്റ്റ്. അപ്പം ഇത് ട്രംപ് അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ അദ്ദേഹം എയർക്രാഫ്റ്റ് കൈനീട്ടി വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ ഇസ്ലാമിക ടെററിസ്റ്റിന് പൈസ കൊടുക്കും, പിന്നെ പാകിസ്ഥാൻ ടെററിസ്റ്റിനെ ഞങ്ങൾ എയ്ഡ് ചെയ്യും. എന്ന് സൗദിയുടെ പൈസ വരുന്നില്ല പാകിസ്ഥാനും. അത് പിന്നെ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ ചൂടായി അത് സാരമില്ല, അതൊരു പ്ലെയിനോ അല്ലെങ്കിൽ വേറെ ചില മെക്കാനിസം. ഇതിനോട് ചേർത്ത് തുർക്കിക്ക് ട്രംപ് ഫണ്ട് ചെയ്യുന്ന റീസെന്റ് ഒരു ഡീലും കൂടെ വന്നിട്ടുണ്ട്. സോ എന്താണ് ട്രംപ് സ്ട്രാറ്റജി? അല്ല, അത് പിന്നെ തുർക്കിക്ക് ട്രംപ് പൈസ കൊടുക്കുന്നത് ട്രംപ് അല്ല, US അഡ്മിനിസ്ട്രേഷൻ്റെ US ഡീപ് സ്റ്റേറ്റ് ഫൈനാൻസ് ചെയ്യുന്നത് പരസ്യമായ രഹസ്യമാണ്. അത് നേരത്തെ അറിയാം. നമ്മളെ ഖത്തർ ഈ തുർക്കി നേരത്തെ ഉണ്ട്. അപ്പോൾ ട്രംപ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭേദമാണ്. ബൈഡൻ ഇരുന്ന കമലയും ഇരുന്നതിനേക്കാളും ഭേദമാണ് ട്രംപ്. പക്ഷെ ട്രംപ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഞാനത് മുഴുക്ക വായിച്ചിട്ടില്ല, ദ ആർട്ട് ഓഫ് ഡീൽ. അതിനകത്ത് പറയുന്നുണ്ട് ഈസ് എ മാൻ ഓഫ് ഡീൽ. ആര് പൈസ കൊടുക്കുമോ, ബിസിനസ് ഇൻട്രസ്റ്റ് ആണ് ഈ അദ്ദേഹം. നമ്മൾ ട്രംപിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ട്രംപ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈസ് എ ട്രൂ ബ്ലൂ യാങ്കി, ട്രൂ ബ്ലൂ അമേരിക്കനാണ്. അദ്ദേഹം അമേരിക്കയ്ക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. അമേരിക്കയ്ക്ക് ദോഷമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ ചെയ്യില്ല. പുട്ടിനും അതുപോലെയാണ്, ട്രൂ ബ്ലൂ റഷ്യനാണ്. അതേപോലെ നമ്മുടെ ലീഡറും അത് തന്നെയാണ്. ഇപ്പം മോഡിജി ട്രംപ് കെട്ടിപ്പിടിച്ചു, ഈസ് എ ബ്യൂട്ടിഫുൾ മാൻ, ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്താൽ. പക്ഷേ മോഡിജിയുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ? മോഡിജിയുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പം ഒരു എന്താ പറയാനോ, ഒരു കുലുക്കമില്ലാത്ത ഒരു ഇതാണ്. അദ്ദേഹം അതേപോലെ തിരിച്ച്
ഈ പുട്ടിനെ ചെന്ന് കെട്ടിപ്പിടിച്ച പോലത്തെ ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് അല്ല ട്രംപ് വന്നപ്പം. അത് അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല, പലർക്കും മനസ്സിലായില്ല. സംഗതി ഇവർക്ക് ഇത് മോഡിജിയെ പോലുള്ളവർക്കൊക്കെ ഇത് നേരത്തെ അറിയാം. ഇദ്ദേഹം ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, നാളെ ചിലപ്പോൾ മാറ്റി പറയും. ഇപ്പോൾ വാൻസ് പറഞ്ഞത് സത്യസന്ധമായ സ്റ്റേറ്റ്മെൻറ്റാണ്, പക്ഷെ അത് ഇദ്ദേഹത്തിൻ്റെ ആളുകൾ അട്ടിമറിച്ചു. അതിൻ്റെ കാരണം ചിലപ്പോൾ CIA ആയിരിക്കാം. CIA ഫാൾസ് റിപ്പോർട്ടും മറ്റൊന്നും മറിച്ചതൊക്കെ കൊടുത്തിരിക്കാം. ഈ ട്രംപിന് കൊടുക്കുന്നത് വെച്ചിട്ടല്ലേ, ട്രംപാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിൽ എത്രമാത്രം ശരിയെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു മാസം മുമ്പോ മറ്റോ ക്രിപ്റ്റോ കറൻസിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ട്രംപ് ഗോൾഫ് കളിക്കാൻ പോകുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബഡ്ഡിയുടെ മകൻ ആണ് ഈ പാകിസ്ഥാനിലെ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ലിങ്കുണ്ട്. അപ്പോൾ ഈ പലതരം പ്രഷർ, ഖത്തർ പ്രഷർ ചെയ്യും, പിന്നെ സൗദി പ്രഷർ ചെയ്യും, പിന്നെ ഇതുപോലുള്ള പാകിസ്ഥാനിലെ ലോബീസ് ഉണ്ടല്ലോ, അവർ പ്രഷർ ചെയ്യും. അവർ ട്രംപിനായിരിക്കില്ല പൈസ കൊടുക്കുന്നത്, ട്രംപിൻ്റെ വല്യച്ഛൻ്റെ മോനായിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് അവരൊരു ബിസിനസ് ഗ്രൂപ്പല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു സംഗതി, ഈ DGP മാറിയാൽ എല്ലാം മാറില്ല എന്ന് പറഞ്ഞാൽ ഈ CIA അല്ലെങ്കിൽ കശ്യപിൻ്റെ FBI ആണല്ലോ ഇവർക്ക്, അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് മിലിറ്ററി ഇൻ്റലിജൻസ് ഏജൻസീസൊക്കെ ഉണ്ട്, എയർഫോഴ്സ് ഇൻ്റലിജൻസ് ഏജൻസി, നേവലിൻ്റെ. അപ്പോൾ ഇവരൊക്കെ ഇൻഫർമേഷൻ എടുത്തിട്ട് ട്രംപിന് അവിടെ പോയി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. ഇൻഫർമേഷൻ എടുത്തിട്ട് അവർ കൊടുക്കും. കൊടുക്കണം, വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ. അത് സത്യമാകാം, ചിലത് അവർ ചവിട്ടിപ്പിടിക്കും. ഈ പഴയ ആളുകൾ പോയിട്ടില്ല, അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആണ് പാകിസ്ഥാനെ സഹായിക്കാൻ, ചൈനയെ സഹായിക്കാൻ. ചൈന ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അമേരിക്കയിലും ഒക്കെ മുടക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇങ്ങനെയുള്ള ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കണം. ട്രംപ് ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും അപ്സെറ്റായി. കാര്യം ഈ CIA മറ്റേ FBI താഴേന്ന് വന്ന പോലെയും മിലിറ്ററി ഇൻ്റലിജൻസ് കൊടുത്ത പോലെയൊന്നും അല്ല ഇന്ത്യ സിന്ദൂർ 1 and 2 കഴിഞ്ഞപ്പോൾ നടന്നത്. അത് ഉദാഹരണം, ഈ ട്രംപ് 9-ാം തീയതി രാത്രി അന്തം വിട്ട് മോഡിജിയെ വിളിച്ചത് നമ്മുടെ ഇന്ത്യൻ സമയം രാത്രി വിളിച്ചതിൻ്റെ കാരണം ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, ഈ പാകിസ്ഥാന് 8 എയർ ഡിഫൻസ് സിസ്റ്റമുണ്ട്. 8 എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ എനിക്ക് 4 കാര്യം അറിയാവൂ, ഇന്ത്യ തകർത്ത് കളഞ്ഞു. ആ 4 എണ്ണമാണ്. ബാക്കി 4 പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ട്, ഒന്ന് ഇറ്റാലിയനാണ്, പിന്നൊന്ന് അമേരിക്കനാണ്, USA, മാൻഡ് ബൈ USA. ജസ്റ്റ് ഇമാജിൻ, ആ USA ആണ് പാകിസ്ഥാൻ്റെ ആളായിട്ടവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ട്രംപ് കൊടുത്തതല്ല, നേരത്തെ കമലയെല്ലാം കൂടെ കൊടുത്താണ്, ഒബാമയൊക്കെ ഇരിക്കുമ്പം കൊടുത്താണ്. 2 ചൈനീസാണ്, 2 ചൈനീസ്, ഒരു USA, ഒരു ഇറ്റാലിയൻ. ഈ 4 നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നില്ല. അവർ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. കിനാര, ചഗായി ഹിൽസ്, കിനാര, പിന്നെ റാവൽപിണ്ടി അവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിനടുത്ത് ഒക്കെ ആണ് വെച്ചിരുന്നത്. അത് നമ്മളങ്ങടുത്ത് ഡീആക്ടിവേറ്റ് ചെയ്തു. ഇത് ഷോക്കായിരുന്നു ട്രംപിന്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ വിചാരിച്ചു ഇവിടെ 2 മിസൈൽ വീഴും, അവിടെ 4 മിസൈൽ വീഴും, അപ്പോൾ അത് വലിയ ബഹളവും, കുറേ ആളുകൾ മരിക്കും, അപ്പം നമ്മൾ ഇടപെടും. അതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. കയറി അങ്ങ് തകർത്തങ്ങ് കയറുകയാണ് ചെയ്തത് ഇന്ത്യ. അത് ദിസ് ഈസ് വൺ. ട്രംപ് അപ്സെറ്റ് ആവാൻ കാര്യം. രണ്ടാമത്തത്, നമ്മുടെ ഇന്ത്യൻ മീഡിയയിൽ വന്നിട്ടില്ല, പക്ഷെ അത് വരും, ഉടനെ വരും. നമ്മൾ കഹൂട്ട ന്യൂക്ലിയർ പ്ലാന്റ് തട്ടിയെന്ന് പറഞ്ഞാൽ അതിനെ തകർത്തൊന്നുമല്ല, തകർത്തുന്നെങ്കിൽ വലിയ റേഡിയേഷൻ വന്നിട്ട്. പക്ഷെ കഹൂട്ട ന്യൂക്ലിയർ പ്ലാന്റ് നമ്മൾ ആക്രമിച്ചു. അത് നമ്മുടെ ഇതുകൊണ്ടാണ് ആക്രമിച്ചത്, മറ്റേ ദുർഗ എന്നൊക്കെ പറഞ്ഞ ലൈസർ 100 kW
എനർജി പ്രവഹിക്കുന്ന അത് ഇന്ത്യയുടെ സീക്രട്ട് വെപ്പണാണ്. ഈ നമുക്ക് കാളി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ കാളി ഉപയോഗിച്ചിരുന്നെങ്കിൽ കത്തിപ്പോയതിനെ പിന്നെ അത് ന്യൂക്ലിയർ റിയാക്ടർ ഭയങ്കര അപകടമാണ്. പക്ഷേ നമ്മൾ ശരിക്കും യുവമാരെ ഒന്ന് പേടിപ്പിച്ചതാണ്. അതെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 2 ICBM ഡൽഹിയുടെ നേരെ അവർ വിട്ടു. നമ്മളെ ആക്രമിക്കുന്നതിന് മുമ്പ് നമ്മളതുവരെ ഷെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, മറ്റേ ഭീകര ക്യാമ്പ് തകർത്ത് ഇതിൽ നമ്മൾ നിന്നു. അപ്പം പാകിസ്ഥാൻ ഇന്ത്യക്ക് ICBM ഉണ്ട്, അഗ്നിയും 1 തൊട്ട് 5 വരെ 6 വരെ, അതൊന്നും നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. ഇവന്മാർ ICBM ഇട്ടു നമുക്കെതിരായിട്ട്. ഗോറി ആയിരിക്കും ഇട്ടത്, ചൈനീസ് സാധനമായിരിക്കും, പക്ഷേ എനിവേ ഇറ്റ് ഈസ് ICBM. ഇറ്റ്സ് എ വെരി സീരിയസ് അറ്റാക്ക്. പക്ഷെ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റോ ഡിഫൻസോ ഒന്നും വേണ്ടിയിട്ടില്ല ഇതുവരെ, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. നമുക്കിത് വേറെ സോഴ്സ് വഴി വെളിയിൽ നിന്ന് ട്രിക്കിൾ ചെയ്ത് കിട്ടുന്നതാണ്. അതിനെ ഹരിയാനയിൽ വെച്ച് നമ്മൾ തറയിട്ടു, 2 തറയിട്ടു. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ നേതൃത്വം തീരുമാനിച്ചു ഇനഫ് ഇസ് ഇനഫ്, ഇനി ഇവന്മാരെ ഓൾ ഔട്ട് ആയിട്ട് ഇവന്മാരെ അറ്റാക്ക് ചെയ്യുക. അതാണ് 30 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ചെയ്തത്. അതിൽ നമ്മൾ ഇത്രയും നാളും കേട്ടത് മറ്റേ സ്റ്റോറേജിൽ മാത്രമാണ്. അതിനേക്കാളും സീരിയസ് ആണ് ഈ ന്യൂക്ലിയർ റിയാക്ടർ തട്ടിയത്. ഇതെല്ലാം ഇയാൾ നിലവിളിച്ചുകൊണ്ട് മുനീറും മറ്റേ ഷബാസും കൂടെ വിളിച്ച് അങ്ങനെ അവിടുത്തെ അവരും പേടിച്ചു പോയി, ചൈനക്കാരും പേടിച്ചു പോയി. അതിന് അവരാരും പ്രതീക്ഷിച്ചില്ല. ഈ ന്യൂക്ലിയർ റിയാക്ടർ അടിച്ചു, പക്ഷെ അത് എത്രമാത്രം ആണെന്നൊന്നും അറിഞ്ഞൂടാ. അത് പോയി സെറ്റപ്പ് അത് ഫിക്സ് ചെയ്യാനായിട്ട് പാകിസ്ഥാൻ അറിഞ്ഞൂടാ. ചൈനക്കാർ അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആണ് ഇതിൻ്റെ പിന്നിലെന്ന് എല്ലാവരും അറിയും. അതേസമയം അമേരിക്കക്കാർക്ക് അവിടെ പോകാം. കാരണം അമേരിക്കയാണ് ഇത് മാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എയർ ഡിഫൻസ് മെക്കാനിസവും പിന്നെ സ്റ്റോറേജ് ഫെസിലിറ്റിയിലൊന്നും കിനാരയിലും ചഗായിൽസിലൊന്നും ഇല്ല, പാകിസ്ഥാനികളില്ല. അവിടെ ഔട്ടർ ഇതിലാണ്, ഔട്ടർ സർക്കിളിലാണ്. ഇന്നർ സർക്കിളിൽ അമേരിക്കൻസാണ് അത് മാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് ന്യൂക്ലിയർ റിയാക്ടർ അടിച്ചത് ഇപ്പം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ ഉള്ളത് ഈ ആകാശ് മിസൈൽ എന്തുകൊണ്ട് ഇത്രയും എഫക്റ്റീവായി? ആകാശ് മിസൈലിനെ പറ്റി ട്രംപിന് കൊടുത്തിരുന്ന ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ ഇവന്മാർ പഴയ ബൈഡൻ്റെ ആളുകളാണ് ഈ കൊടുത്ത സംഗതികൾ. അപ്പോൾ അത് റോങ് ഇൻ്റലിജൻസ്, ഫോൾസ് ഇൻ്റലിജൻസ് ആയിരുന്നു. ഈ ആകാശ് മിസൈൽ ആണ് പിനാക്കയും പ്രത്യേകിച്ച് ആകാശ് മിസൈലുമാണ് ഭയങ്കര ഹാവൊക്കെ ഉണ്ടാക്കിയത്. അവരുടെ ഒരു പരിപാടിയും നടന്നില്ല. എല്ലാ മിസൈലിനെയും തകർത്തതും ഡ്രോണിനെ തകർത്തതും എല്ലാം ഈ ആകാശ് മിസൈലാണ്. ബ്രഹ്മോസ് ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ആകാശ് മിസൈലിനെ പറ്റി ഇവന്മാർ ട്രംപിനെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ CIA തലവൻ പുതിയ ആളാണ്, ട്രംപ് ഒന്നാണ് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു മിസൈൽ, സാധാരണ ഒരു മിസൈൽ, ചൈനീസ് മിസൈൽ എന്നൊക്കെ അവർ വിചാരിച്ചിട്ടുള്ളൂ. ഇത്ര എഫക്റ്റീവായിട്ട് വരാൻ കാരണം എന്താണ്? അതിനകത്ത് എന്ത് സോഫ്റ്റ് സെമി കണ്ടക്ടർ ചിപ്സാണ് ഇല്ല എന്നാണ് അമേരിക്ക ധരിച്ചിരുന്നത്. അപ്പോൾ സെമി കണ്ടക്ടർ ചിപ്സ്, എന്ത് ചിപ്സാണ് അവർ ഉപയോഗിച്ചിരുന്നത്? ഹൗ ഇറ്റ് ബിക്കം സോ എഫക്റ്റീവ്? എന്തുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, ഈ ഡൽഹിയിലോട്ട് 2 ICBM ഇട്ടത്, കഹൂട്ടാൻ ന്യൂക്ലിയർ പ്ലാന്റ് ഇസ്രയേൽ നശിപ്പിക്കാമെന്ന് പണ്ടേ ഒന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാണ്, നമ്മൾ സമ്മതിച്ചില്ല. രാജീവ് ജി ആയിരുന്നു അന്ന് പ്രൈം മിനിസ്റ്റർ. അന്ന് അത് ഇസ്രയേലിന് അത് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ എപ്പിസോഡിൽ സംസാരിച്ചതാണ്. അപ്പോൾ കഹൂട്ടയിൽ നമ്മൾ കൈവച്ചു. അപ്പം പിന്നെ ഈ അത് പറഞ്ഞില്ല. പിന്നെ ഇവരുടെ അമേരിക്കൻ ഡിഫൻസ് എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു കളഞ്ഞു നമ്മൾ. അപ്പോൾ ഇത്രയും ആയപ്പോഴാണ് ട്രംപ് ചൂടായത്. ട്രംപ് ഒരു എൻക്വയറിക്ക് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഹൗ സച്ച് ഇൻഫർമേഷൻ ഫെയിൽ ടു റീച്ച് വൈറ്റ് ഹൗസ്. അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത്. സാർ, ഇനി എൻ്റെ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് നമ്മളല്ലെങ്കിൽ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് ഇൻക്ലൂഡിങ് മീ വിചാരിച്ചിരുന്നത് ഇന്ത്യയുടെ ഓപ്പോസിറ്റിലേക്ക് വരുന്നത് ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, ചൈന സ്പോൺസർ ചെയ്യുന്ന മറ്റു രാഷ്ട്രങ്ങളുണ്ട്. പക്ഷേ ഖത്തറും കൂടെ ചേർത്തൊരു മൾട്ടി ഫ്രണ്ട് വാറിലേക്കാണ് ഇന്ത്യ മൂവ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും ഇന്ത്യ ഇനി ഇത്തരത്തിലുള്ളൊരു വളരെ ഈ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നൊരു ചോദ്യം.
അതിന് ഞാൻ ഉത്തരം പറയാം. അതിന് മുന്നേ എനിക്ക് വേറൊരു ഇൻഫർമേഷൻ പറയാൻ വിട്ടുപോയി. ഈ വാർ സ്ട്രാറ്റജി സ്ട്രാറ്റജി ഉണ്ടല്ലോ, വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾക്ക് ഇസ്രയേലിൽ, ജപ്പാനിൽ, പക്ഷേ ജപ്പാൻ്റെ മീഡിയ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇസ്രയേൽ, ജപ്പാൻ, റഷ്യ, അർമേനിയ, ഗ്രീസ്. അപ്പോൾ 5 രാഷ്ട്രം. ഇസ്രയേൽ, ജപ്പാൻ, അർമേനിയ, റഷ്യ, ഇസ്രയേൽ. 5 അല്ലേ? 5 നേഷൻസിൽ നമ്മുടെ ലോബി നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, സ്ട്രോങ് ആണ്. മോസ്കോയിൽ ഇന്ത്യയുടെ ലോബി വളരെ സ്ട്രോങ് ആണ്. അവിടെ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ഡെലിഗേഷൻ അയച്ചു, പക്ഷെ അവിടെ എങ്ങും ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ ഈ വാർ കഴിഞ്ഞ ശേഷം ഇസ്രയേൽ പരസ്യമായി എപ്പോഴും നമ്മുടെ കൂടെയാണ്. ഇസ്രയേൽ, റഷ്യയും നമ്മുടെ കൂടെയാണ്. റഷ്യക്ക് അറിയാം എന്തൊക്കെയാണ് നടന്നുള്ളത്. നമ്മളെ ഇന്ത്യക്കാർ ചെന്നതാ ഇങ്ങനെയൊക്കെയാണ്, ഒന്നും പറയേണ്ട കാര്യമില്ല, അവർക്കറിയാം. റഷ്യക്കറിയാം, ഇസ്രായേലിനറിയാം. പക്ഷെ അമേരിക്ക ഫെയിൽ ടു കളക്ട് ഇൻഫർമേഷൻ, ഓൾ ദ ഇൻഫർമേഷൻ. അപ്പം ഈ വാർ നടന്ന് 10-ാം തീയതി വാർ തീർന്നിട്ട് 11-ാം തീയതി മുതൽ ഗ്രീസിലെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ടർക്കിയെയും പാകിസ്ഥാനെ അലക്കിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയ. നമുക്കതുപോലൊരു സാധനമാണ് US വേണ്ടത്. US അൺഫോർച്ചുനേറ്റ്ലി അതില്ല. പിന്നെ തെരുവിൽ പ്രകടനം പാകിസ്ഥാനെതിരായിട്ട്, ടർക്കിക്കെതിരായിട്ട്, അവരുടെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ടർക്കിയാണ് എതിരായിട്ട് പ്രകടനം ജനങ്ങളുടെ. അത് കഴിഞ്ഞ് അർമേനിയയിൽ ജനങ്ങളുടെ പ്രകടനം, സോഷ്യൽ മീഡിയ ഈസ് അഗോഗ് വിത്ത് പ്രോ ഇന്ത്യ സ്റ്റാൻഡ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് വേൾഡിൽ വേണ്ടത്. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ശശി തരൂർ സാറിനെ പോലുള്ളവരെ നമ്മളിപ്പോൾ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പിന്നെ ഇനി ഇന്ത്യ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് പല പ്രാവശ്യമൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞാണ്. പിന്നെ ടർക്കിയും ഖത്തറിനെയും കളഞ്ഞേക്കുക. ഖത്തറിൻ്റെ കുറേ പൈസ ഉണ്ടെന്നല്ലാതെ നമ്മൾ ഖത്തറിൻ്റെ ഗ്യാസ് വേണ്ടെന്ന് വെച്ചാൽ ഖത്തർ എന്തോ ചെയ്യും? വലിയൊരു പെട്രോളിയം തന്നെ നമ്മൾ നമ്പർ 2 ആണ്. അവിടെ നിന്ന് പെട്രോളിയം എടുക്കുന്നില്ല, പക്ഷേ ഗ്യാസ്. അപ്പം നമ്മൾ പെട്രോളിയം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ റഷ്യയുടെ പെട്രോൾ നമ്മൾ വാങ്ങിച്ചോടെ റഷ്യ രക്ഷപ്പെട്ടു, വളരെ ലോ പ്രൈസിലാണ്. അപ്പോൾ അതേപോലെ ഖത്തറിനെ ഡീൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇന്ത്യക്ക് ഒരു ത്രെട്ടേ ഇല്ല. ഈസ് എ സ്മോൾ ഫ്രൈ. ബംഗ്ലാദേശിൻ്റെ അത്ര പവർ പോലും ഖത്തറിനില്ല. അവർക്ക് ടെക്നോളജി ഇല്ല, ബ്രെയിൻ ഉള്ളവരില്ല. ചുമ്മാ കുറേ ഓയിലും ഗ്യാസും വിറ്റ് കുറേ പൈസ ഇഷ്ടം പോലെയുണ്ട്. കുറച്ച് പോപ്പുലേഷൻ പർച്ചേസ്. പക്ഷെ പർച്ചേസ് ചെയ്തിട്ട് ഇപ്പം ചൈനക്കാർക്ക് പൈസ കൊടുത്തിട്ട് ആക്രി സാധനങ്ങളല്ലേ കൊടുത്തത്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസിൽ ഇട്ടുണ്ട്, ആക്രി സാധനം. നീ എന്തിനാ ആക്രി സാധനം കൊടുത്ത് അവരെ പറ്റിച്ച് നിന്ന് ട്രംപ് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവൻ വന്നപ്പോഴേ കടം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അപ്പം അവർ പർച്ചേസ് ചെയ്താൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആൾ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ അമേരിക്കൻസും റഷ്യൻസും ഒക്കെ പോയി നിന്ന് ഓപ്പറേറ്റ്, അത് അവരെ എക്സ്പോസ് ചെയ്യും. രഹസ്യമായിട്ടൊക്കെ അവർ ചെയ്യുന്നില്ല. അപ്പം ടർക്കിയും പാകിസ്ഥാനെയും കളയാം. ടർക്കി ഈസ് നത്തിങ്. ഇവിടുന്ന് നമ്മൾ ICBM വിട്ടാൽ ടർക്കി തകർന്നു. ടർക്കിക്ക് തിരിച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ICBM ഒക്കെ വെച്ചിരിക്കുന്നത് ടർക്കിക്ക് വേണ്ടി തന്നെയാണ്. നമ്മുടെ ആളുകൾ അതൊക്കെ കരുതി തന്നെയാണ് ICBM വെച്ചിരിക്കുന്നത്. ഒരു അഗ്നി 5 അല്ലെങ്കിൽ 4 വിട്ടാൽ മതി. ടർക്കി ഒരു 5000 കിലോമീറ്ററോ മറ്റേ വരുള്ളൂ മാക്സിമം, അല്ലെങ്കിൽ 6000 കിലോമീറ്ററോ മറ്റേ വരുള്ളൂ മാക്സിമം. ടർക്കി എന്നൊരു വിഷയമല്ല. ചൈനയും പാകിസ്ഥാനും ഇയാൾ ചോദിച്ചത് വളരെ കറക്റ്റാണ്. അപ്പോൾ അത് ഞാൻ ഒരു സെൻറ്റൻസിൽ നിർത്താം, കൂടുതൽ സംസാരിക്കാതെ. ചൈന ബ്ലഡ് ക്യാൻസറാണ്, പാകിസ്ഥാൻ വാമ്പയറാണ്, പിന്നെ ബ്രെയിൻ ക്യാൻസറുമാണ്. ഈ വാമ്പയർ ഒരിക്കലും വിട്ടുപോകില്ലല്ലോ. അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കും ഇന്ത്യക്ക് ശല്യമായിട്ട്. ചൈനയെ അങ്ങനെ തന്നെ നിൽക്കും. ചൈന, വി ക്യാൻ നെവർ എവർ ട്രസ്റ്റ് ചൈന. നോട്ട് ചൈനീസ്, ഐ വിൽ സേ CCP, അവരുടെ അഡ്മിനിസ്ട്രേഷൻ. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ മാറണം. ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ മാറി നല്ല അഡ്മിനിസ്ട്രേഷൻ വന്ന ഡെമോക്രാറ്റിക് സെറ്റപ്പ് വന്ന വ്യത്യാസമായിരിക്കും. പക്ഷേ ഇപ്പോൾ ചൈന ബ്ലഡ് ക്യാൻസർ ആണെങ്കിൽ പാകിസ്ഥാൻ ബ്രെയിൻ ക്യാൻസറാണ്. അപ്പോൾ വിച്ച് ഈസ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും നമുക്ക് ശല്യമാണ്. പിന്നെ പാകിസ്ഥാൻ ഒരു വാമ്പയറാണ്, ഇങ്ങനെ രക്തം കുടിച്ച് അവർ വൂണ്ടഡ് ഹയനയാണ്, കഴുതപ്പുലിയാണ്. അവരെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കാർഗിൽ വാർ കഴിഞ്ഞ് നമ്മളെ പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്തു. അതിൻ്റെ പിന്നിൽ വെസ്റ്റും അമേരിക്കയൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ഇപ്പോൾ അമേരിക്ക ട്രംപ് പൈസയൊന്നും കൊടുത്ത് പഴയ പോലെയൊന്നും പാകിസ്ഥാനെ ഇളക്കി വിടുകയൊന്നുമില്ല. അമേരിക്കയ്ക്ക് അവിടെ ചില ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അമേരിക്ക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇന്ത്യക്കെതിരായിട്ടൊരു ഒരു ഓൾ ഔട്ട് വാറിന് ചൈന മുതിരും, പക്ഷേ നോട്ട് പാകിസ്ഥാനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യും, പ്രോംപ്റ്റ് ചെയ്യും. പക്ഷേ നെവർ USA. USA എവിടെയൊക്കെ കാണും. ബാൽക്കനൈസേഷൻ പാകിസ്ഥാൻ്റെ ടൈം ആയിട്ടില്ല എന്ന് തോന്നുന്നു. വേറെ മാർഗമൊന്നുമില്ല. ബാൽക്കനൈസ് ചെയ്യുക പാകിസ്ഥാനെ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതേ പറ്റൂ, അതേ ഉള്ളൊരു ഓപ്ഷൻ. സിന്ധു അല്ല, വാട്ടർ സ്ട്രോങ് ആയിട്ട് പിടിക്കുക, വാട്ടർ കൊടുക്കരുത്, ടെററിസ്റ്റുകളെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറയുക, എല്ലാ ടെററിസ്റ്റുകളെയും, ദാവൂദ് ഇബ്രാഹിം തൊട്ട് അവൻ്റെ വാപ്പ തൊട്ട് ഇങ്ങനെയുള്ള എല്ലാ ടെററിസ്റ്റുകളെയും ഹാൻഡ് ഓവർ ചെയ്യുക. നമ്മുടെ ലിസ്റ്റുണ്ട്. ടോപ്പ് ടെററിസ്റ്റ് 30 പേരെ മറ്റുണ്ട്. അവന്മാരെ ഹാൻഡ് ഓവർ ചെയ്യുക. POK ഹാൻഡ് ഓവർ ചെയ്തില്ലെങ്കിൽ ഗിൽജിസ്ഥാൻ, മറ്റേ ബൽട്ടിസ്ഥാൻ, മറ്റേ വക്കാർ കോറിഡോറിനടുത്തുള്ള ആ സ്ഥലം നമുക്ക് തരിക. ഇല്ലെങ്കിൽ ഈ 3 കാര്യം മര്യാദയ്ക്ക് ആദ്യം ചോദിക്കും. തന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്ത്യ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ അവലംബിക്കും. അപ്പോൾ ഇത് ഈ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ക്യാൻസറും വന്നാൽ പെട്ടെന്ന് മാറില്ല, അറിയാമല്ലോ. അപ്പോൾ അതിനെ ഇങ്ങനെ പറ്റൂ. ഓക്കെ സാർ, വളരെ വ്യക്തമാണ്. എന്തായാലും ഇന്ത്യ യുദ്ധം തൽക്കാലം ഒരു സീസ് ഫെയർ വന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് യുദ്ധം തുടങ്ങിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും വളരെ വ്യക്തവും ഒരുപാട് ഇൻഫർമേഷൻസും നിറഞ്ഞ ചർച്ചയായിരുന്നു. ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.